Hi and welcome to the new video. In this video, I'll be discussing about phasor representation of an alternating quantity. Alternating quantity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് നിർബന്ധമില്ല ബട്ട് നമ്മുടെ കേസിന് മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ആവുന്നുണ്ട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ കമ്പൽസറി ആണ് ചേഞ്ച് ആവുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ സൈനുസോയിഡൽ വേവ് ഫോം ആണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് ഇത് നമുക്കറിയാം സീറോയിൽ മാക്സിമത്തിലോട്ട് എത്തും മാക്സിമത്തിൽ വീണ്ടും സീറോ ആവും അഗെയിൻ നെഗറ്റീവ് മാക്സിമം ആവും സീറോ ആവും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പീരിയോഡിക് ആയിട്ടുള്ള വേവ് ഫോം ആണ് ഈ ഒരു വേവ് ഫോമിനെ നമുക്ക് ഫേസേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് അറിയാം ഫേസർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് വെക്റ്റർ ആണ് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെക്റ്റർ ആയിട്ടാണ് ഫേസറിനെ നമ്മൾ കാണിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻസ് ഉപയോഗം വരും കാര്യം പല കേസുകൾ നമ്മൾ പല തരത്തിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം അപ്പോൾ 4 റെപ്രസെൻറ്റേഷനാണ് മെയിൻലി വരുന്നത് റെക്ടാംഗുലർ റെപ്രസെൻറ്റേഷൻ ട്രിഗ്നോമെട്രിക് റെപ്രസെൻറ്റേഷൻ എക്സ്പോണൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 4 റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ മെയിൻലി നമ്മൾ അധികം ഉപയോഗിക്കുക ഈ റെക്ടാംഗുലർ റെപ്രസെൻറ്റേഷനും പോളാർ റെപ്രസെൻറ്റേഷനുമാണ് അപ്പോൾ ഇത് എന്താ പറയുക പ്രോബ്ലംസ് തരുമ്പോൾ ന്യൂമറിക്കൽ എക്സാമ്പിൾസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും മറ്റേ ഫോമിലേക്ക് ആക്കാൻ പറയും അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ഫോമിൽ തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയും അപ്പോൾ അത് മെയിൻലി റെക്ടാംഗുലറും പോളാറാണ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വേണ്ടി വരിക ഇനിയിപ്പോൾ ഇതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ ഈ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഒരു ഇത് തന്നിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ പറയാം അത് മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യമാണ് എന്നാലും അത് ചോദിക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്കിതിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ അറിയേണ്ടതായിട്ടുണ്ട് അതായത് ഒരു ഓപ്പറേറ്ററാണ് ജെ ഓർ ഐ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ട് ജെ ഓപ്പറേറ്റർ ആയിട്ടാണ് നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് ഉപയോഗിക്കുക ശരിക്കും ഐ ആണ് ഇമാജിനറി എന്നുള്ളൊരു സെൻസിൽ ഉള്ളതാണ് ബട്ട് നമ്മൾ ഇവിടെ അത് തൽക്കാലം ഐ ഉപയോഗിക്കുന്നില്ല കാരണം നമ്മൾ ഇലക്ട്രിക്കലിൽ ഓൾറെഡി ഐ എന്ന് പറയുന്നത് കറണ്ടിന് എടുത്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ജെ ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പം എന്തായാലും രണ്ടും ഒരേ മീനിങ് ആണ് മനസ്സിലാക്കുക അപ്പോൾ എന്താണ് ഈ ജെ എന്നുള്ളത് നമുക്ക് അറിയണം അപ്പോൾ ജെ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേഷൻ ഓഫ് എ വെക്ടർ ത്രൂ 90 ഡിഗ്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ജെ എന്ന് പറഞ്ഞപ്പോൾ 90 ഡിഗ്രി റൊട്ടേഷൻ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓക്കെ അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു എന്താ എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കിടക്കുന്നത് എങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ നിന്ന് ഒരു 90 ഡിഗ്രി റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തും അപ്പോൾ ഇതാണ് നമ്മളുടെ ജെ എന്ന് പറയുന്നത് എഗെയിൻ ഇതിനൊരു 90 ഡിഗ്രിനും കൊടുത്താൽ അത് എവിടെ എത്തും ഇവിടേക്ക് എത്തും -1 എത്തും അതായത് ജെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാലോ ജെ ഇൻറ്റു ജെ ഓർ ജെ സ്ക്വയർ ഈക്വൽ ടു -1 ഓർ ജെ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1 ഇതിനാണ് ഇമാജിനറി വാല്യൂ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു ഇമാജിനറി ഓപ്പറേറ്റർ ജെ ഓപ്പറേറ്റർ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ അത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എല്ലാം പറയാൻ പോകുന്നത് അപ്പോൾ അതിൽ ഓരോ ഫോംസിലോട്ട് വരാം ഫസ്റ്റ് ബേസിക് ഫോം എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഫോമാണ് അപ്പോൾ നമുക്ക് ഏതൊരു വെക്ടറിനെ തന്നു കഴിഞ്ഞാലും അതിൻ്റെ രണ്ട് കോർഡിനേറ്റ്സ് ആയിട്ട് നമുക്കൊരു പ്ലെയിൻ എക്സ് വൈ പ്ലെയിനിൽ ഇപ്പോൾ സേ ഈ കാണുന്ന വി ആണ് നമ്മളുടെ ഇവിടുത്തെ വെക്ടർ എന്ന് വിചാരിക്കുക V1 അല്ലെങ്കിൽ V1 എന്ന് പറയുന്നത് ഈ ഒരു V1നെ എനിക്ക് അതിൻ്റെ വൈ കോർഡിനേറ്റും അല്ലെങ്കിൽ വൈ എന്താ പറയുക പ്രൊജക്ഷനും എക്സ് പ്രൊജക്ഷനായിട്ട് മാറ്റാമല്ലോ വൈ പ്രൊജക്ഷൻ സേ Y1 നമ്മൾ കാണിച്ചിട്ടുണ്ട് Y1 അല്ലെങ്കിൽ എക്സ് പ്രൊജക്ഷൻ X1 ഓക്കെ ഇത് രണ്ടും ആണെങ്കിൽ എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ടേംസിൽ അതായത് ഇത് കോർഡിനേറ്റ്സ് ആണ് ഇതിൻ്റെ എന്ത് X1ഉം Y1ഉം അപ്പോൾ ആ കോർഡിനേറ്റ്സിൻ്റെ ബേസിൽ എനിക്ക് ഈ ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാം അപ്പോൾ അതിനെ പറയുന്ന പേരാണ് റെക്ടാങ്കുലർ ഫോം അത് പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് X1 പ്ലസ് Y1 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല കാരണം X1 കിടക്കുന്നത് X ആക്സിസിലും Y1 കിടക്കുന്നത് Y ആക്സിസിലാണ് Y ആക്സിസ് X ആക്സിസിന് എത്ര ഡിഗ്രിയിലാണ് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്പോൾ അതിനെ നമ്മൾ എന്ത് കാണിക്കും പ്ലസ് JY1 എന്ന് എഴുതും ഈ ഒരു റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ ഫോം മാത്രമല്ല ഇതിനെ വിളിക്കുക ഇതിനെ ജെ ഫോം എന്നും കൂടി വിളിക്കാറുണ്ട് ജെ ഫോം അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ജെ ഫോം ഓർ ഒരു പേരും കൂടി ഉണ്ട് ഇതിന് കോംപ്ലക്സ് ഫോം ഓക്കെ അപ്പോൾ ജെ ഫോം ഓർ കോംപ്ലക്സ് ഫോം അപ്പോൾ ഇത് ഏത് ചോദിച്ചു കഴിഞ്ഞാലും ഈ സെയിം കാര്യം തന്നെയാണ് ഇനി ജെ ഫോം എന്നുള്ളത് ഐ ഫോം എന്നാണ് ശരിക്കും പറയുക പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ചെയ്യേണ്ടത് ജെ ഫോം എന്ന് വിളിക്കുന്നത് മാത്രം ഓക്കെ ഇതെല്ലാം സെയിം തന്നെയാണ് ജെ ഫോം ആയാലും റെക്ടാങ്കുലർ ഫോം ആയാലും കോംപ്ലക്സ് ഫോം ആയാലും ഇപ്പോൾ ഇതിനെ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത് കോംപ്ലക്സ് വേരിയബിൾ എന്നാണ് പറയുക ഈ ജെനെ അല്ലെങ്കിൽ ഐനെ കോംപ്ലക്സ്
കോംപ്ലക്സ് വേരിയബിൾ ഓർ ഓപ്പറേറ്റർ എന്നുള്ള രീതിക്കാണ് പറയുക. അപ്പോൾ എനിവേ ഈ രണ്ടും കൂടിയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കോർഡിനേറ്റ്സുകൾ വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ടാണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ആണല്ലോ XY സിസ്റ്റം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ റെക്ടാങ്കുലർ ഫോം എന്ന് വിളിക്കുന്നത്. ഇതിൽ ഈ x1നെ വിളിക്കുന്ന പേര് റിയൽ പാർട്ട് എന്നാണ്. x1 എന്ന് പറയുന്നത് ഇതിൻ്റെ റിയൽ പാർട്ടാണ്, അതായത് j ഇല്ലാത്തതും. y എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. √-1 ആണല്ലോ j, അതൊരു ഇമാജിനറി വാല്യൂ ആയതുകൊണ്ട് ഇമാജിനറി പാർട്ട് എന്ന് വിളിക്കും y1നെ. മാഗ്നിറ്റ്യൂഡ്, നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ നമുക്കിതൊരു എന്തായിട്ട് കണക്കാക്കിയാൽ മതി, ഒരു പൈതഗോറസ് ട്രയാങ്കിൾ എടുത്തിട്ട് 90 ഡിഗ്രി ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ ഇതിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ നമുക്ക് പൈതഗോറസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് എന്ത് കിട്ടും, ഈ ഒരു മാഗ്നിറ്റ്യൂഡ് V1 എന്ന് പറഞ്ഞാൽ √x1² + y1² എന്ന് കിട്ടും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് V1 = √x1² + y1². അതേപോലെ ഇവിടെ ഒരു ആംഗിൾ തീറ്റ ഉണ്ടെങ്കിൽ അത് കിട്ടാനും എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എന്തെടുത്താൽ മതി, tan inverse y1/x1. അപ്പോൾ അത്രയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതിയിരിക്കുന്നത് മാത്രം. ഇപ്പോൾ സേ V1 = 3 + 4j ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക, √3² + 4². ആംഗിൾ എന്താ വരിക, tan inverse തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കാണുകയാണെങ്കിൽ എന്ത് വരും, tan inverse 4/3. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ നേരെ ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്ററിൽ മോഡ് എന്താക്കുക ആദ്യം, അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാൽക്കുലേറ്ററിൽ ഇപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോഡ് സെലക്ട് ചെയ്തിട്ട് അത് എന്താക്കുക, മോഡ് കോംപ്ലക്സ് ആക്കുക. ഇത് പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കോംപ്ലക്സ് ആക്കുക. കോംപ്ലക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് CMPLX എന്നായിരിക്കും. എനിവേ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവണം. അപ്പോൾ അതാക്കി കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ മേലെ ഒരു സിമ്പിൾ I എന്ന് വരാം, അല്ലെങ്കിൽ ഈ ആംഗിളിൻ്റെ സിമ്പിൾ, ഇതിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ മേലെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അത് മോഡിൽ പോയിട്ടാണ് ഇത് ആക്കേണ്ടത്. ഓക്കെ, ഓരോ കാൽക്കുലേറ്ററിൽ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുത്തെ നമ്മുടെ I എന്ന് പറയുന്നത് ആക്റ്റീവ് ആവും. I ആണ് നമ്മളിവിടെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, J ആയിട്ട്. കാൽക്കുലേറ്ററിൽ J ഉണ്ടാവില്ല, I ആണ് നമ്മൾ എഴുതാൻ J ഉപയോഗിക്കുന്നു, കാരണം നമ്മൾ കറണ്ടിന് വേണ്ടി I ഉപയോഗിച്ചത് കൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ I എന്നുള്ളത് വരും. അപ്പോൾ നിങ്ങൾക്ക് അത് അവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നേരെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക 3 + J4 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4J കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കിട്ടും. ഓക്കെ, പിന്നെ അതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻസ് എടുത്താൽ മതി. ഓപ്ഷൻ അല്ലെങ്കിൽ ചിലതിൽ കാൽക്കുലേഷൻ എന്നുള്ള മീനിങ്ങിലും കാൽക്ക് ആയിരിക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡിഫറെൻറ്റ് ഫോർമാറ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ അത് ഞാൻ ബാക്കി പറഞ്ഞിട്ട് അതിലേക്ക് കൂടുതൽ വരാം. ഓക്കെ, രണ്ടാമത്തെ ഫോം ട്രിഗ്നോമെട്രിക് ഫോം ആണ്. ട്രിഗ്നോമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും തന്നിട്ടുണ്ടാവും, ആംഗിളും തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് V1 ആണെന്ന് അറിയാം, ആംഗിൾ തീറ്റ ആണെന്ന് അറിയാം. ഓക്കെ, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഗിവൺ എന്ന് പറയുന്നത് V1 പിന്നെ ആംഗിൾ തീറ്റയാണ് തന്നിട്ടുള്ളത്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ എനിക്ക് ഇതിൻ്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻ അറിയാം. ഇത് V1 cos തീറ്റ ആയിരിക്കും, ഇതെന്തായിരിക്കും V1 sin തീറ്റ ആയിരിക്കും. ഇത് V1 sin തീറ്റ ആണെങ്കിൽ ഇതും V1 sin തീറ്റ ആയിരിക്കും. എനിവേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്ത പോലെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, V1 cos തീറ്റ + JV1 sin തീറ്റ വരും. V1 cos തീറ്റ + JV1 sin തീറ്റ, അല്ലെങ്കിൽ V1 പുറത്തേക്ക് എടുത്താൽ V1 × cos തീറ്റ + J sin തീറ്റ എന്ന് വരും. ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ സൈനും കോസും വന്നുകൊണ്ട് അതിനെ ട്രിഗ്നോമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഫോം. ഇനി മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫോമാണ്. എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത് ഈ ട്രിഗ്നോമെട്രിക്കിൽ നിന്ന് തന്നെ കൊണ്ടുവരാനാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓയിലേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഓയിലർ ഇക്വേഷൻ പ്രകാരം e⁻j⁻θ എന്ന് പറഞ്ഞാൽ cos θ + J sin θ ആണ്, അല്ലെങ്കിൽ e⁻j⁻θ എന്ന് പറഞ്ഞാൽ cos θ - J sin θ ആണ്. ഇവിടുത്തെ ഒരു കേസിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള V1 × cos θ + J sin θ ആണല്ലോ. അപ്പോൾ അതിൽ ഈ cos θ + J sin θ വരെ ഞാൻ എന്ത് എഴുതും, e⁻j⁻θ എന്ന് എഴുതും. അപ്പോൾ ഇങ്ങനെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻഷ്യൽ, അതായത് ഇയുടെ പവർ ആയിട്ട് എഴുതി. അപ്പോൾ ഈ പുറത്ത് കിടക്കുന്ന ആളാണ് ഇതിൻ്റെ എന്തുണ്ടാവുക, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക. ഇയുടെ പവർ J കഴിഞ്ഞ് കിടക്കുന്നതാണ് അതിൻ്റെ എന്തുണ്ടാവുക, ആംഗിൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് പോളാർ ഫോം, എക്സ്പോണൻഷ്യൽ ഫോം. ഇത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഫോമാണ് നമ്മൾ ശരിക്കും മെയിൻലി ഉപയോഗിക്കുന്ന ഒരെണ്ണം, പോളാർ ഫോം എന്ന് വിളിക്കും. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നേരെ ആംഗിളും മാഗ്നിറ്റ്യൂഡും നേരെ എടുത്ത് എഴുതുന്ന, ഡയറക്റ്റ് നമ്മളിവിടെ എഴുതുന്നത് എന്താണ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആംഗിൾ. അത് ചുമ്മാ എടുത്ത് എഴുതുക ആണ് അവിടെ ചെയ്യുന്നത്. അതായത് മാഗ്നിറ്റ്യൂഡ് പിന്നെ ഇങ്ങനെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവിടെ എടുത്ത് കാണിക്കും.
ഈ ഒരു റെപ്രസെൻറ്റേഷനെയാണ് ഇപ്പോൾ വെക്റ്റർ v1 ഈക്വൽ ടു v1 ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ്പൊണൻഷ്യലത്തെ ആ മാഗ്നിറ്റ്യൂഡും e⁻j ആണ്ട് കളഞ്ഞാൽ ജസ്റ്റ് ആ തീറ്റ മാത്രം എടുത്ത് എഴുതി സിമ്പിളായിട്ട് എടുത്ത് എഴുതുന്ന ഒരു റെപ്രസെൻറ്റേഷനെ പറയുന്നതാണ് പോളാർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാസ്റ്റത്തെ ഫോമും ഫസ്റ്റ് ഫോമാണ് നമ്മൾ മെയിനായിട്ട് വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാ ഫോമും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. v ഈക്വൽ ടു x1 പ്ലസ് j_y1 അപ്പോൾ റെക്ടാങ്കുലർ, ട്രിഗ്നോമെട്രിക് ആണെങ്കിൽ v cos തീറ്റ പ്ലസ് jv സൈൻ തീറ്റ, എക്സ്പൊണൻഷ്യൽ ആണെങ്കിൽ അത് e⁻ ആയിട്ട് എഴുതി v e⁻j തീറ്റ, പോളാർ ആകുമ്പോൾ v ആംഗിൾ തീറ്റ എന്നുള്ള രീതിക്ക് എഴുതുന്നു. അപ്പോൾ ഇനി നമുക്കിത് കാൽക്കുലേറ്ററിൽ എങ്ങനെ മാറ്റും എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോകാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എന്ത് സെലക്ട് ചെയ്യുക, മോഡ് സെലക്ട് ചെയ്യുക, മോഡ് സെലക്ട് ചെയ്തിട്ട് കോംപ്ലക്സ് എടുക്കുക. കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ i എന്നുള്ള സിമ്പിളോ അല്ലെങ്കിൽ ആംഗിളിൻ്റെ സിമ്പിളോ ടോപ്പിൽ വന്നിട്ടുണ്ടാവും കാൽക്കുലേറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ. അപ്പോൾ അതിൽ നമുക്കിത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സേ 3+4 j ആണെങ്കിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും? 3+jക്ക് പകരം നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് i ആയിരിക്കും, i4. അപ്പോൾ ഇത് നമുക്കിങ്ങനെ അടിച്ച് കൊടുക്കുമ്പോൾ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? സിൻടാക്സ് എറർ കിട്ടും. സിൻടാക്സ് എറർ കിട്ടിയെന്ന് വിചാരിക്കുന്നത് നമ്മൾ i വെച്ചിട്ടുള്ള സ്ഥലം തെറ്റാന്നാണ്. ഇപ്പോൾ 3+i4ൽ സിൻടാക്സ് എറർ കിട്ടുകയാണെങ്കിൽ 3+4i എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഈക്വൽ ടു അടിച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പോൾ നമുക്കിതിനെ ചിലപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ആംഗിളും ആണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിലോട്ട് മാറ്റേണ്ടി വരും? കോംപ്ലക്സിലോട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഓപ്ഷൻ ആയിരിക്കും ചിലതിൽ അതെന്തായിരിക്കും? കാൽക്കുലേറ്റർ ആയിരിക്കും, ചിലതിൽ അത് സോൾവ് എങ്ങാനും ആയിരിക്കും. എനിവേ ആ കാൽക്കുലേറ്ററിൽ എന്താണോ അത് പ്രകാരം നമ്മളത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻസ് ഒന്നും ആയിരിക്കില്ല ആർഗ്യുമെൻറ്റ് മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡൗൺ ആരോ കീ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? x+i_y എന്നായിരിക്കാം, അല്ലെങ്കിൽ a+ib ഏതെങ്കിലും ഒരു ഫോർമാറ്റ് കാണാം. പിന്നെ ഒരു r ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് r ആംഗിൾ തീറ്റയാണ് നമ്മളുടെ എന്ത് ഫോം? പോളാർ ഫോം. അപ്പോൾ ഈ r ആംഗിൾ തീറ്റ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് പോളാർ ഫോമിലോട്ട് മാറ്റി കിട്ടും. ഇനി നേരെ തിരിച്ച് നമുക്കിപ്പോൾ r ആംഗിൾ തീറ്റയാണ്, ഇപ്പോൾ 10 ആംഗിൾ സേ സം 0.69 ഇത് റേഡിയനാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ റേഡിയനിൽ ഇട്ട് ചെയ്യേണ്ടതാണ് നല്ലത്. അപ്പോൾ കാൽക്കുലേറ്റർ ആദ്യം തന്നെ നമ്മൾ റേഡിയനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പല കാര്യങ്ങളിലും സംശയമൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം കാൽക്കുലേറ്റർ നേരെ ഇതിൻ്റെ കറസ്പോണ്ടിങ് എന്താണ് തരിക? റെക്ടാങ്കുലർ വാല്യൂ തന്നെ തരും. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. ചിലതിൽ ഇങ്ങനെ തന്നെ എഴുതി കാണിക്കും. നമുക്ക് റെക്ടാങ്കിലോട്ട് മാറ്റണമെങ്കിൽ എഗെയിൻ ഓപ്ഷൻ പ്രസ് ചെയ്യേണ്ടി വരും. അതിൽ a+ib എന്നുള്ള ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം.